നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നൊസ്റ്റാൾജിയെക്കുറിച്ചാണ്. ഗൃഹാതുരത്വം. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമില്ലേ? നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ ഒരുപാട് നൊസ്റ്റാൾജിയ അയവിറക്കിയിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. സുന്ദരമായ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹം പരസ്യമായും രഹസ്യമായും മനസ്സിൽ സൂക്ഷിക്കുന്നവർ ഒരുപാടുണ്ട്, അല്ലേ? പൊതുവെ ജീവിതത്തിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും കലാസാഹിത്യ രംഗങ്ങളിലെല്ലാം നൊസ്റ്റാൾജിയ ഒരു നല്ല നല്ല പദമായിട്ടും നല്ലൊരു കൺസെപ്റ്റായിട്ടുമാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഒരു നല്ല കൺസെപ്റ്റ് തന്നെയാണ് ഒരു പരിധി വരെ. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? നൊസ്റ്റാൾജിയ കൊണ്ട് എന്താണ് കുഴപ്പം? എന്താണ് ആ പരിധിയുടെ ആവശ്യം? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കി ഒന്ന് ഇന്ന് പറയാം. കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ നൊസ്റ്റാൾജിയും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആദ്യമായിട്ട് ഏത് കാലഘട്ടത്തിലും നല്ല കാര്യങ്ങളും അത്ര നല്ലതല്ലാത്ത കാര്യങ്ങളുമുണ്ട്. പിന്നെ ലോട്ട് ഓഫ് ഇൻ ബിറ്റ്വീൻ തിങ്സ്. നമ്മൾ പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലതും നല്ലതല്ലാത്തതുമുണ്ട്, പണ്ടത്തെ നല്ലതും നല്ലതല്ലാത്തതുമുണ്ട്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു ഫണ്ടമെൻ്റൽ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ മോശം കാര്യങ്ങളെ അല്ലെങ്കിൽ അത്ര നല്ലതല്ലാത്ത കാര്യങ്ങളെ പണ്ടത്തെ നല്ല കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് അത് മാത്രം ആ രണ്ട് കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മൾ നൊസ്റ്റാൾജിയയിൽ പോവുകയും പണ്ട് എന്ത് നല്ലതായിരുന്നു എന്ന് പറയുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു പാക്കേജ് ആയിട്ടല്ലേ വരിക. പണ്ട് നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിനോടൊപ്പം ഒരുപാട് അത്ര നല്ലതല്ലാത്ത കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്നത്തെ മോശം കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എടുത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് കമ്പയർ ചെയ്യാൻ എടുക്കുന്നത്. ഇന്ന് മോശം മാത്രമല്ല, ഒരുപാട് നല്ല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതൊരു പാക്കേജ് ആണ് എന്നുള്ള വസ്തുത മറന്നുകൊണ്ട് ഇപ്പോഴത്തെ മോശം കാര്യങ്ങളെ പണ്ടത്തെ നല്ലതെന്ന് പറയപ്പെടുന്ന കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്നു. അതൊരു ഫെയർ കമ്പാരിസൺ അല്ലല്ലോ. നമ്മൾ പണ്ടത്തേക്ക് തിരിച്ചു പോവുകയാണെങ്കിലും പണ്ടത്തെ ആ നല്ല കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ഇഫ് വി ഗോ ബാക്ക് ടു ദാറ്റ് ഏജ്, അന്നത്തെ മോശം കാര്യങ്ങളും വെല്ലുവിളികളും ചാലഞ്ചസും പ്രശ്നങ്ങളും എല്ലാം തിരികെ വരും, അല്ലേ? പലപ്പോഴും നമ്മൾ അതിജീവിച്ചതായ ചില പ്രശ്നങ്ങളും കൂടി തിരികെ വരും. അപ്പോൾ ഈ ഒരു കാര്യം കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, വി ആർ ഡൂയിങ് എൻ അൺഫെയർ കമ്പാരിസൺ. അത് സബ് കോൺഷ്യസ്ലിയും കോൺഷ്യസ്ലിയും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്, മോർ സബ് കോൺഷ്യസ്ലി ചെയ്യുന്നതാണ്. അപ്പോൾ കമ്പാരിസൺ ഫെയർ അല്ല എന്നുള്ളത് എപ്പോഴും മനസ്സിൽ ഓർക്കുക. നമുക്ക് ഹാംഫുൾ അല്ലാത്ത ചെറിയ രീതിയിലുള്ള നൊസ്റ്റാൾജിക്ക് ഇതൊന്നും കുഴപ്പമില്ല. പിന്നെ നൊസ്റ്റാൾജി ഒരു പരിധിയിൽ കവിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ ഇന്ന് ജീവിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. ഇന്നത്തെ അനുഗ്രഹങ്ങളെ കാണാൻ, ഇന്നത്തെ സൗകര്യങ്ങളെ കാണാൻ, ഇന്നത്തെ നല്ല കാര്യങ്ങളെ കാണാൻ നമുക്ക് പലപ്പോഴും കണ്ണും സമയവും ഉണ്ടാവുന്നില്ല. കാര്യം വി ആർ ലിവിങ് ഇൻ എ നൊസ്റ്റാൾജിക് വേൾഡ്, അല്ലേ? പലപ്പോഴും നമ്മളൊരു മിഡിൽ ഏജ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ പല ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിലും കുറച്ച് പ്രായമുള്ളവരായിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അന്ന് എത്ര നല്ലതായിരുന്നു എന്നുള്ളൊരു ചിന്താഗതി. അന്നും ഇന്നും നല്ല കാര്യങ്ങളുണ്ട്, അല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ട്. നമുക്ക് ആരോടും എപ്പോൾ വേണേൽ വീഡിയോ കോൾ ചെയ്യാം, സംസാരിക്കാം. ദൂരങ്ങളൊക്കെ വളരെ ഒരു പരിധിവരെ കുറഞ്ഞ കാര്യമാണ്. ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം, സമപ്രായക്കാരുമായി സംസാരിക്കാം. ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് മൊബൈൽ ഫോണിൽ കിട്ടും. അപ്പോൾ ഇന്നത്തെ കാലത്തും ഗുണങ്ങൾ ഒരുപാടുണ്ട്. വിദേശത്തോ ദൂരെയുള്ള മക്കളുമായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം, കൊച്ചുമക്കളുമായി സംസാരിക്കാം, പ്രായമുള്ളവർക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് ഈ ഒരു മൊബൈൽ ഫോണിലിരുന്നാണ് നമ്മൾ പലപ്പോഴും ഒന്ന് കാണണമെങ്കിൽ നേരിട്ട് ആൾ വരേണ്ട കാലഘട്ടത്തെക്കുറിച്ച് ഓർത്ത് അത് നല്ലത് മാത്രമാണെന്ന രീതിയിൽ ചിന്തിക്കുന്നത്. അത് അൺഫെയർ അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിലെ സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതേ മീഡിയത്തിൽ കൂടി നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തെ മൊത്തമായി ഇകഴ്ത്തുന്നത് ഒരു ശരിയായ കാര്യമാണോ? ഇന്നത്തെ യുവത്വത്തെയും യുവതലമുറയും ഇകഴ്ത്തുന്നതിനും ഇതേ അഭിപ്രായമുള്ളത്. പക്ഷെ അത് ഇന്നത്തെ വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബാഡ് ഗുഡ് രണ്ടും കമ്പയർ ചെയ്യണം. ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ ഗുഡ് മാത്രം, ഇന്നത്തെ ബാഡും യെസ്റ്റർഡേസ് ഗുഡ് മാത്രം കമ്പയർ ചെയ്യണമെങ്കിൽ അത് അങ്ങനത്തെ ഒരു അൺഫെയർ കമ്പാരിസൺ ആണ് എന്ന് അറിഞ്ഞിരിക്കുകയെങ്കിലും വേണം, അല്ലേ? പിന്നെ ഒരു പരിധിയിൽ കഴിഞ്ഞ നൊസ്റ്റാൾജിയ നമ്മളെ എവിടെയും എത്തിക്കില്ല. ഇറ്റ് വോണ്ട് ടേക്ക് us anywhere, അല്ലേ? നമുക്ക് ഓർമ്മകളിൽ അഭിരമിക്കാം, ആൻഡ് ദാറ്റ്സ് ഫൈൻ. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡിലേക്കും പ്രവർത്തികളിലേക്കും ഒരു പരിധിയിൽ കഴിഞ്ഞ് നുഴഞ്ഞു കയറിയാൽ നമ്മൾ ഇന്നിൽ ജീവിക്കാൻ മറന്നു പോവുകയും ഇന്നത്തെ അനുഗ്രഹങ്ങൾ കാണാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇന്നാണ് നാളത്തെ. ടുമോറോസ് യെസ്റ്റർഡേ. ടുഡേ ഇന്നാണ്, ടുമോറോസ് നാളത്തെ ഇന്നലെ, അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വേണ്ട രീതിയിൽ ജീവിച്ചില്ലെങ്കിൽ നാളെ നമ്മളിരുന്ന് ഇന്നത്തെ കാലഘട്ടം എത്ര നന്നായിരുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരും, നമ്മൾ ഇന്ന് ജീവിക്കാതിരുന്നാൽ. ഇപ്പോൾ നമ്മളൊരു 35 ഇയേഴ്സിൽ നിന്ന് നമ്മുടെ 20s പല കാര്യങ്ങളും നല്ലതായിരുന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷേ നമുക്കൊരു 50 എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും 30s എത്ര നല്ലതായിരുന്നു എന്ന്, കുറേ കാര്യങ്ങളിലെങ്കിലും, അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ അനുഗ്രഹങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാവാൻ നാളെ എത്തേണ്ടി വരുന്നു. അതൊന്നാലോചിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഇന്ന് നൊസ്റ്റാൾജിയായിട്ട് അയവിറക്കുന്ന സമയത്ത് അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലായിരുന്നു? ഇല്ലല്ലോ. നമുക്ക് പിന്നെ ഇന്നാണ് നമ്മൾ പലപ്പോഴും അതിൻ്റെ ഗുണങ്ങൾ കാണുന്നത്. ദ സെയിം സൈക്കിൾ വിൽ റിപ്പീറ്റ്. ഇപ്പോഴത്തെ ഗുണങ്ങൾ കാണാൻ, ഇപ്പോഴത്തെ നല്ല കാര്യങ്ങൾ കാണാൻ പലപ്പോഴും നമുക്ക് ഭാവി ആവേണ്ടി വരും. അപ്പോൾ അത് ഉണ്ടാവരുത്. നമ്മൾ ഒരിക്കലും മിസ്റ്റേക്ക് ചെയ്തു, ഇനിയും മിസ്റ്റേക്ക് ആവാതിരിക്കുക. ഇന്നത്തെ ഗുണങ്ങളും ഇന്നത്തെ നല്ല കാര്യങ്ങളും ഇന്നത്തെ അനുഗ്രഹങ്ങളും ഇന്ന് തന്നെ കാണുക. എവറിത്തിങ് കംസ് ആസ് എ പാക്കേജ് എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാ മാറ്റങ്ങളും മോശമല്ല.
ചേഞ്ചസ് വിൽ ഹാപ്പൻ. നമുക്ക് ചേഞ്ചസിന് ഒരു പരിധി കഴിഞ്ഞൊന്നും റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എവറി ചേഞ്ച് നീഡിങ് ബി വ്യൂഡ് ആസ് സംതിങ് റോങ് അല്ലെങ്കിൽ ബാഡ്, അല്ലേ? നല്ലത് ചീത്ത എന്നൊരു ഡിവിഷനിൽ നമ്മൾ എല്ലാ മാറ്റങ്ങളെയും കൊണ്ടുവരേണ്ടതില്ല. പല മാറ്റങ്ങളും കാലഘട്ടത്തിനനുസൃതമായിട്ട് തീർച്ചയായും വരും. അത് മുമ്പുണ്ടായിരുന്നു, ഇനിയും വരും. അതിൻ്റെ വേഗത പിന്നെയും കൂടാനേ സാധ്യതയുള്ളൂ, അല്ലേ? അപ്പോൾ ഈ മാറ്റങ്ങളെ മുഴുവൻ നമ്മൾ നൊസ്റ്റാൾജിയിൽ നമ്മൾ എപ്പോഴും ഒരു പരിധിയിൽ കുഞ്ഞ് തളയ്ക്കപ്പെട്ടാൽ എല്ലാ മാറ്റങ്ങളെയും, എല്ലാ മുന്നോട്ട് നീങ്ങലുകളെയും, മുന്നോട്ടോ പുറകോട്ടോ എങ്ങോട്ട് നീങ്ങലാവട്ടെ, എല്ലാത്തിനെയും ഒരുതരം എതിർപ്പോടെ സമീപിക്കാൻ അല്ലെങ്കിൽ ഒരുതരം ഇനേഴ്ഷ്യയോടെ സമീപിക്കാൻ ഒരു സാധ്യതയുണ്ട്. അത് നല്ലതല്ല. ആരോഗ്യകരമായൊരു ജീവിതം സ്റ്റേബിൾ ആയിരിക്കണം, അതേസമയം ഡൈനാമിക്കും ആയിരിക്കണം. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ ബേസ് വാല്യൂസ് സെയിമായി നിലനിർത്തിയിട്ട് തന്നെ ഒരു പരിധി വരെയെങ്കിലും മാറാനും ഇന്നിൽ ജീവിക്കാനും എല്ലാം നമുക്ക് കഴിയണം. ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നെഗറ്റിവിറ്റിയാണ് ഇത് മൊത്തത്തിൽ കൊണ്ടുവരിക, അല്ലേ? നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ആൾക്കാരെയും ഇന്നത്തെ യുവജനതയും മൊത്തമായിട്ട് കുറ്റം പറയുന്ന ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പരിപാടി, ഇറ്റ്സ് നോട്ട് ഫെയർ ഓൺ ദം, ഇറ്റ്സ് നോട്ട് ഫെയർ ഓൺ ടുഡേ, അല്ലേ? ആ കാലഘട്ടത്തിലും ആ വ്യക്തികൾക്കും അത് ഫെയർ അല്ല. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊരു 40-45 ഏജ് കഴിഞ്ഞവരാണെങ്കിൽ ഇന്നത്തെ ഈ കാര്യം ഒന്നുകൂടി ആലോചിക്കുക. അവർക്കാണ് കൂടുതലായിട്ട് ഇത് ബാധകം ഉണ്ടാവുക. എല്ലാ പ്രായക്കാർക്കും ഉണ്ടാവും നൊസ്റ്റാൾജിയ. എന്നാലും അപ്പോൾ പറഞ്ഞതാണ്, നമ്മൾ പണ്ട് കാലത്ത് ഫേസ് ചെയ്ത ചാലഞ്ചസും എന്തിനെയൊക്കെ ഓവർകം ചെയ്താണ് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിലെത്തിയത്. ഇപ്പം എല്ലാം ഓക്കെ എന്നല്ല. ഭാവിയിലോട്ട് തിരിച്ചു പോയിട്ട് വീണ്ടും ആ ചാലഞ്ചസിനെല്ലാം ആദ്യം നേരിടാൻ ഒരുക്കമാണോ? നമ്മൾ പലപ്പോഴും പറയണം അന്നത്തേക്ക് തിരിച്ചു പോകാനായിരുന്നെങ്കിൽ. അന്നത്തേക്ക് തിരിച്ചു പോയാൽ അന്നത്തെ നല്ലത് മാത്രമല്ല, അന്നത്തെ മോശം കാര്യങ്ങളും ചാലഞ്ചസും എല്ലാം തിരികെ വരും. ആർ വി റെഡി ടു ഫേസ് ദം അഗെയിൻ? സത്യസന്ധമായിട്ട് ചോദിച്ചാൽ പലപ്പോഴും അല്ല എന്നാണ് ഉത്തരം, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. നൊസ്റ്റാൾജിയ ആവാം, പരിധി വിടരുത്. ഇന്നിനെ കാണാൻ നമുക്ക് തടസ്സമാകുന്ന രീതിയിൽ നൊസ്റ്റാൾജിയ കൊണ്ട് നടക്കരുത് എന്നുള്ളത് തന്നെയാണ്. ആയിക്കോട്ടെ, പരിധിക്കുള്ളിൽ നിന്ന് തീർച്ചയായിട്ടും ആയിക്കോട്ടെ. അൺഫെയർ കമ്പാരിസനെ കുറിച്ച് തീർച്ചയായിട്ടും ഓർക്കുക. സോ മധുരിക്കും ഓർമ്മകളാവാം, പക്ഷേ അതിനൊപ്പം ഇന്നത്തെയും കൂടി അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. ബിക്കോസ് ടുഡേ ഈസ് ദ ഓൺലി തിങ് ദാറ്റ് വി ഹാവ് ഇൻ അവർ ഹാൻഡ്സ്, അല്ലേ? Tomorrow is a cancel check, yesterday is a cancel check, tomorrow is a promissory note, today is ready cash എന്ന് പണ്ട് മോറൽ സയൻസിൽ പഠിച്ചു ഓർക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു നിമിഷം മാത്രമാണ്. ആ നിമിഷത്തെ നമുക്ക് ചുറ്റുമുള്ളവരെ, സാഹചര്യങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് അതിൽ ജീവിക്കാം, അത് ആസ്വദിക്കാം. ഓഫ് കോഴ്സ് അതിൽ തെറ്റുകളുണ്ട്, അതെല്ലാം പോസിറ്റീവ് ഒന്നല്ല പറയുന്നത്. അങ്ങനത്തെ സ്യൂഡോ യൂഫോറിയെ കുറിച്ചൊന്നുമല്ല. പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഉണ്ട്, പക്ഷേ നെഗറ്റീവ് മാത്രമാണെന്ന് വിചാരിക്കരുത്. ഇന്ന് ജീവിക്കാതിരിക്കരുത്. ദ വേഴ്സ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ഈസ് ടു മിസ് ദ ലൈഫ് ഓഫ് ദിസ് മൊമെൻറ്റ്, ദ ലൈഫ് ഓഫ് ടുഡേ. അതുണ്ടാവാതിരിക്കുക. ആ ഒരു കാര്യമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു.